പാതിരാത്രി 11 മണിക്ക് നമ്മളിപ്പോ ലൈറ്റ് കാണാൻ പോവുകയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക്. അപ്പൊ നന്ദുവും സോനുവും അതിന്റെ കൂടെ വിഷ്ണു എത്തും. അവൻ അങ്ങ് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ആക്ച്വലി 1 മണിക്കൂറുള്ള തമ്പാനൂർ ഒന്ന് പോസ്റ്റായിട്ട് നിപ്പുണ്ട്. ഇത് കാണുന്ന പാറു സത്യമായിട്ട് ഞങ്ങളുടെ പ്ലാൻ അല്ല. അതെ അതെ, ഇത് തികച്ചും യാദൃശ്ചികമായി സംഭവിച്ച ഒരു പരിപാടിയാണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാം സുഹൃത്തുക്കളെ. ഗൈസ് 11:45 നമ്മൾ ആറ്റുകാലെത്തി. പക്ഷെ ഗൈസ് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം ബ്ലോക്ക് കിട്ടി. ഏതോ ഘോഷയാത്ര ഫ്രണ്ടിൽ കൂടെ പോവാണെന്ന് തോന്നുന്നു. അതെ, അത് ഘോഷയാത്ര അല്ല, അത് വിഷ്ണു ആണ് ഗൈസ് ആ വണ്ടിക്കകത്ത്. നന്ദു അവന് 10 മണിക്ക് വിളിച്ച് തമ്പാനൂരിൽ നിർത്തി പോസ്റ്റ് കൊടുത്തതിന്റെ പിന്നാട്ടും പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഇപ്പൊ നന്ദു വരുന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ ആറ്റുകാലിനോട് ഇഞ്ച് അടുത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങോട്ട് പോവാം. പി 10 മണിക്ക് ലൈറ്റ് ഓഫ് ആവുമെന്ന് ആരോ പറഞ്ഞിരുന്നേ. അതെ അതെ അതെ, എടാ മുതുക്ക് വെണ്ടേ 10 മണിക്ക് ലൈറ്റ് ഓഫ് ആവുമെന്ന് ഒരുത്തൻ പറഞ്ഞടാ ആന്റെ അടുത്ത്. തമിഴ്നാട് കിടക്കണമേ, നന്ദൂരിന്ന് കാണുമ്പോ സന്തോഷാവും. എത്തിയാ കൈ വീശിയാ വീഡിയോയില് കാണാണ്. നന്ദു കൂടെ വരട്ടെ. 12 മണിയായിട്ടും ആറ്റുകാല് ഫുൾ ഓണാണ് കേട്ടാ. കടകളൊക്കെ ഓണ്, ആൾക്കാര് നടന്ന് വരണേ ഉള്ളു. കണ്ണൂര് 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്ത നീ എന്താ ഭീമൻ രഘു ആവണത്? നീ അവന്റെ ഭാര്യയല്ലേ? എല്ലാരും സോപ്പിട്ട് വെച്ചേക്കാരടാ. നന്ദു അവിടെ പോയടാ. ജനിച്ചത് നിന്റെ നാളെയാടാ വിഷ്ണു? പോയോ നിന്റെ നാടാ? നിന്റെ എത്രയാണ്? രോഹിണിയും പോയോ ചേരൂല കേസ് അല്ല, എനിക്കറിഞ്ഞൂടാ. പ്രൂഫാണ് എന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോണത്. അയ്യോ, ഷുണ്ടൂര് കാണാൻ പറ്റിയില്ല കേട്ടാ. പോലീസ് ബിവെയർ ഓഫ് ദീസ് പീപ്പിൾ എന്ന്. ഇവരെയൊക്കെ നോക്കി വെച്ചോട്ടെ, ഇവരൊക്കെ ഡേഞ്ചർ ആണ്. എന്താണ് അതെ, പക്ഷെ ഇത്രയും പേരെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ് സംശയം. ആരോ ഒരാള് കീറി കളഞ്ഞേട്ടാ. അപ്പം അവിടെ ഇരുന്ന ആൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ, എല്ലാരും ഓർത്തല്ല എല്ലാരും? ഓക്കെ, ഇനി നന്ദൂരെ കണ്ടുപിടിച്ച. ഓ ഇതാരാ സാർ? നന്ദു സാർ. ഓ സാർ. ഹലോ ഹലോ സാർ. ഹലോ ഹലോ എല്ലാവർക്കും ഹലോ ഹലോ പറയടാ എല്ലാരും. ആടാ അടിപൊളി. നീ എവിടെയാ കാവടി എടുക്കണത്? നീ മാല ഇട്ടേക്കാനാടാ? എന്ന് കാവടി? ഏത് കാവടി? അടിപൊളി. കണ്ടെല്ലാരും സന്തോഷേട്ടാ. കണ്ടെല്ലാരും ബൈ 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 ബൈ. ആർക്ക്? എനിക്കാ? അത് കുഴപ്പമില്ലടാ. അങ്ങനെ കാലുള്ള മുണ്ടി എവിടെ? 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ നിന്നെ കാണാതെ നമ്മൾ എവിടെയൊക്കെ പോയെന്നറിയാവോ? നീ പാവപ്പെട്ട ഇവനെ 10 മണിയോടെ അവിടെ നിർത്തിയേക്കല്ലേടാ. സുഹൃത്തുക്കളെ, അടുത്തതായി എറിഞ്ഞിടാൻ പോകും. ഓ ജസ്റ്റ് ഇടാ. നിനക്കെന്ത് വേണോ? ഞാൻ ഫ്രൂട്ടി. ഓ ജസ്റ്റ് മിസ് ഫ്രൂട്ടി. എനിക്ക് ഫ്രൂട്ടി മതി. ഓ ജസ്റ്റ് മിസ് ആ ബൂസ്റ്റ്. ഇത്രേ ഉള്ളൂ ഇനി. ഓ അച്ചാർ കിട്ടി. ടച്ചിങ്സിനുള്ളതായിരുന്നു. എടാ എടാ നീ അല്ലേടാ പറഞ്ഞ അവ എറിഞ്ഞിട്ടില്ലേ? സുഹൃത്തുക്കളെ, അച്ചാർ അല്ലെങ്കിലും വാക്ക് പാലിക്കാത്ത തെണ്ടിയാണ്. എടാ ഇപ്പൊ താടി മീശ എടുക്കണാണ് 2 ദിവസം. നവംബർ ആദ്യം വീണ് കൊണ്ടാലേ ഞാൻ മരിച്ചു കളഞ്ഞത്. ഓ ജസ്റ്റ് മിസ്സാ, ജസ്റ്റ് മിസ്. ആണ് ഇപ്പൊ ഓണർ വരും. ഓ ഓ അയ്യോ. സുഹൃത്തുക്കളെ, അടുത്തതായി കപ്രശ്ശേരിയുടെ അഭിമാനമായ പിപിയും. അയ്യോ തെങ്ങ് പിഴുത് തരൂല അവര്. എനിക്ക് അതൊക്കെയായിരുന്നു ഇഷ്ടം. കപ്രശ്ശേരിയുടെ അഭിമാനമായ പിപി. ഓ
ഓയ്യോ റെക്സോണയുടെ സോപ്പ് മിസ്സായി. ഓ ഫ്രൂട്ടി ആര് കണ്ട ഫ്രൂട്ടി ഇറന്നിട്ട് സുഹൃത്തുക്കളെ അച്ചാറ് ഫ്രൂട്ടി കിട്ടി നമുക്ക്. നന്ദു പകരം വീട്ടിലാ ഓക്കെ ഓക്കെ രണ്ടുപേർക്കും ഒന്നും കിട്ടിയില്ല മാറിയെന്നോളൂ. എത്രയാണ് എല്ലാം കൂടെ? രണ്ട് ഫ്രൂട്ടി ഒന്നിച്ചാണായിരുന്നു. ഓപ്പോ സമ്മതിച്ച്. എന്റെ ഭർത്താവ് ഒരു കഴിവേറി എന്റെ ഭർത്താവ് നീ ഇത് കേട്ടാ? എന്റെ ഭർത്താവ് ഒരു കഴിവേറി തന്നെ. കഴിവേറിയാണല്ലോ. ഞാൻ അവനൊന്നും പറയൂല. അതെന്താ അവൻ തന്നെ ഇട്ടു. ഇഷ്ടൂത്തുണ്ട് എല്ലാത്തിനും. അത് അവന്റെ കൊടുത്ത് കളയാ. അടുത്തതായി സുഹൃത്തുക്കളെ വിജയികൾക്കായി രംഗത്തേക്ക് എത്തുന്നു വോളിഫ്ലവർ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ തിന്നാതിന്. ആ ഓക്കെ കൊള്ളാവോ? ഓക്കെ അപ്പൊ ഇത് കഴിക്കട്ടെ. എന്റെ മോനെ ഗൈസ് ഇവിടെ ഫുൾ ഓണാണല്ലോ. ഇവിടെ 12 മണിയായി. 12 മണിയായടാ. 12 മണിയായി. ലൈറ്റ് ഓഫ് ആയില്ല. ഓ ഇവിടെ ഈ സ്റ്റേജിൽ കഥകളി അടക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഉറങ്ങാൻ വേണ്ടിട്ടാണ്. ഓ ഉണ്ടാ 12 മണിക്ക് ജയിന്റ് വീൽ കയറാം. അയ്യോ പോണോ നീ കയറി? അയ്യോ കൊച്ചിനാവ എടുത്തോളും. നിനക്ക് കയറണോ മക്കളെ ജയന്റ് വീലില്? അമ്പലപ്പറമ്പിലെ ഇൻഷുറൻസ് ഉള്ള കമ്പനിയാണ്. ആ ഏത് ഇൻഷുറൻസ്? ബിർള ഗ്രൂപ്പ് ആണല്ലേ. ഇതാണ് ഗൈസ് മെയിൻ സ്റ്റേജ്. ഇതാണ് വലിയ സ്റ്റേജ് കേട്ടാ. മറ്റത് സൈഡ് സ്റ്റേജ് ആണ്. എത്ര സ്റ്റേജ് ഉണ്ടാട്ടോ ഇവിടെ? ഇവിടെ ഗാനമേളാണ് കിടന്നോ കേട്ടാ. പൊളി. വേണ്ട നമ്മുടെ ഒരു അഭ്യർത്ഥന അപ്പൊ കണ്ണം കടഞ്ഞ് പറഞ്ഞോണ്ട് നടക്കും. കൂടും. ഓ ഗൈസ് ഈ LED നോക്കിയാണ് വീട്ടിലെ ഫുട്ടേജുകൾ കേട്ടോ. അതിൻ്റെ അകത്ത് അടിപൊളി. ഓ സെറ്റ് ഫുട്ടേജ് അല്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ബോഡി കൂടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നേരിട്ട് ഇത്രയും ക്ലാരിറ്റി ഇല്ല. നല്ല രസമുണ്ട്. വെള്ളം ഒഴുകുമ്പോഴേ കരിയിലേന്ന് ഓരോ കല്ല് തട്ടി നിൽക്കൂലേ, അതേ കണക്കാണ് രണ്ട് പൊപ്പിള്ളരും കൂടാ. പൊപ്പിള്ളർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരവിടെ നിൽക്കുകയാണ്. ഓ അതെന്താ കേട്ടാ? കൊള്ളില്ല പോവാ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ കുറച്ചേരം എടുത്താൽ നിന്നോക്കാൻ മനസ്സിലാവും. ഇവിടെ കൊച്ചിനെ എടുക്കണോ? ഇങ്ങോട്ട് കൊട്. ഇവനാണ് ജിമ്മി പോണത്. നിനക്ക് നേരത്തെ കൊടുത്തൂടെ? മകളെ ഇവിടെ എന്തേലും വേണോ നിനക്ക്? ആണല്ലേ. നീയാണപ്പൊ ഇവളെ കൊണ്ട് കടം നശിപ്പിക്കണത്. നിനക്കൊന്നും വാങ്ങാത്തത് അങ്ങനെ നടന്നു കിടന്ന് ആറ്റാൽ അമ്പലത്തിന്റെ ഫ്രണ്ട് എത്തി ഗൈസ്. ഇത് LED വാളല്ല കേട്ടോ. ഇത് മറ്റേ നോർമൽ LED ആണ്. ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല. ഇത് നോർമൽ LED ചെയ്ത് വെച്ചേക്കുന്നതാണ് അവര്. പക്ഷേ അടിപൊളി. ഇതിൽ കാണാം കേട്ടോ നല്ലതായിട്ട്. ആ ഇത് നല്ലതായിട്ട് കാണാം കേട്ടാ. ആണാണ് ഭയങ്കര ഭംഗിയുണ്ട് ഇതിൽ കാണാൻ ഗൈസ്. ഇവിടെ ഒരു കിളി എക്സ്പോക്ക് നമ്മൾ കയറി. ഇത് കോഴി. നന്ദു കോഴി. ബീബിക്ക് പാമ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. എവക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. ഇതിന്റെ തല നോക്കണ എന്തോരം കൂടെയെന്ന്. ടെറർ കോഴി. ഒരു പാമ്പിനെ വിദൂരതയിൽ കണ്ടതിന് ശേഷം വർഷേ കാണണ്ടേ? വേണ്ടല്ലേ. ഇത് ഓന്ത്. അയ്യോ ഇത് ആരിത്? പാമ്പിനെ കണ്ടപ്പോ പാമ്പൊന്നും ഇഗ്വാന. ഇതിരുന്ന് ഉറങ്ങണ കേട്ടാ. ഓപ്പോ എടാ കയ്യിൽ പിടിച്ചോണ്ടിരിക്കണടാ. വയ്യടാ നിനക്ക്. അവളെ കൂടെ ലിപ്പിനെ കൂടെ ആണാ. ഓപ്പോ
വർഷം ഇത് കണ്ടിരുന്നെങ്കിൽ ഓടി അവളെ ബോധം കണ്ടിരുന്നു. വിളിക്കുന്നു ആണോ നിന്റെ മാമന്റെ മോനൊന്നുമല്ല കൊണ്ടുപോടി. നീ തൊട്ടോ? കൊച്ചിനോട് അവൻ തൊട്ട് അവൻ കഴിഞ്ഞേ ഉള്ളൂ. എന്റെ അമ്മച്ചേ കൊച്ചിന് പാമ്പ് അടിച്ച് കഴുത്തിട്ട് തരട്ടാന്നാ. നിനക്ക് കഴുത്തി വേണോ? ഇങ്ങനെ ഇക്കിളിയാക്കും അത് ഇട്ടിട്ടുണ്ട് ഞാൻ. ആണ് നിനക്ക് വയ്യല്ലേ മക്കളെ? അയ്യോ എടി പി പി അതിനെ കയ്യിലെടുത്ത് തലോടി. പി പി അതിനെ കയ്യിലെടുത്ത് എവിടെ അവന് വയ്യെന്ന് പോണ്. നിനക്ക് പാമ്പിനെ പേടിയില്ലല്ലേ? എനിക്കിത് മനസ്സിലാവും. ഞാൻ വല്ല ഇട്ടുകാലി ആനയൊക്കെ കണ്ട് ഇതിന്റെ അപ്പുറം ഓടും. നിനക്ക് ആനയെ കാണിച്ചു തരാപ്പാ. പേടി മാറ്റിട്ടാ എടി നിനക്കെന്താടി ഇത്രയും പാമ്പിനെ ഇഷ്ടപ്പെടാൻ കാരണം? അതറിയൂല. ആണോ? എട്ടിയാല് ആന കണ്ട ഞാൻ ഇതിന്റെ അപ്പുറം ഓടും. ആണല്ലേ? എനിക്ക് ആനയെ അങ്ങനെ പേടിയത്. ആനയെ പേടിയില്ല. പാമ്പിനെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് വകഭേദത്തിൽപ്പെട്ട ഏത് ഗണത്തിൽപ്പെട്ട പറഞ്ഞു തരുന്നേ. സുരേഷിന്റെ വീഡിയോ ആണ്. ഫാനാണല്ലേ നീ? പാമ്പിനെ കൊടുത്ത് മാറ്റിക്കണം കേട്ടോ പേടി. എന്തിനടാ? അതിന്റെ ആവശ്യം ആ അല്ല അതിന്റെ ആവശ്യം ഒരു അത്യാവശ്യം എടുക്കാൻ പറഞ്ഞപ്പോ എനിക്ക് അവന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞ മോടി കളഞ്ഞാലാണ്. അല്ലല്ല പേടിയല്ല അവന് പേടിയല്ല ഓടിയപ്പോഴേ ഞാൻ പോയി നോക്കിക്കോളാം. വർഷം ഇവിടെ നിൽക്കണ നന്ദ് ഇവിടെ വന്നിട്ട് പേടിയുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് നിന്നോടാ. പാമ്പിനെ കണ്ട വിഷമം മാറ്റാൻ ഞങ്ങൾ 2 ചെരുപ്പ് വാങ്ങിച്ചിട്ട് വരാട്ടെന്ന് പറഞ്ഞ് താണ്ട പോയി കേട്ടോ കൂടെ. എടേ മോക്കൊരെണ്ണം കൊണ്ടുവരാ. മാമ നന്നേന്ന് പറഞ്ഞാൽ മതി. എവിടെ ഈ ബ്ലൂവിന് എല്ലാത്തിനും സൗണ്ട് കുറവ്. ഹലോ കണ്ണ എവിടെയാടാ? എടാ ഇവിടെ അത്രയും നോർത്ത് ഇന്ത്യക്കാരികളാണല്ലോടാ കച്ചവടം നടത്തണത്. സെയിൽസ് എല്ലാവരും ആണല്ലേ? ആ ബൈ 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 ബൈ. അപ്പൂപ്പ അമ്മൂമ്മന്ന് കേക്കേ. ഇത് വിഷ്ണുവിന്റെ മോക്ക് ഞാൻ എടുത്തതാണ്. നിനക്ക് ഒരെണ്ണം കൂടെ. ഓ അത് ഒരെണ്ണം കൂടെ ഇട്. ഇതാണ് ഞാൻ എടുത്തത്. അതാണ് അപ്പൊ ഒരെണ്ണം കൂടെ ഇട് അവന്റെ മോക്ക്. ഒന്നും കൂടെ എടുക്കും. അയ്യോ ഈ കണ്ണൊക്കെ തേങ്ങയൊക്കെ കുലുക്കി വെക്കും. അത്രയും കണ്ണക്കളയെ പോണേ അവന് വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല. സത്യം പറഞ്ഞല്ലേ ഇവള് പറഞ്ഞ സത്യമാണ്. ഇവളുടെ ഈ കുട്ടിക്കളിയൊക്കെ ഒന്ന് മാറട്ടെ കുറച്ചാള്. ഈ കൊച്ചിനെ കൊണ്ടുപോകണം. അതേ ഇത് ചുണ്ട് മിണ്ടാതിരിക്കുന്നുണ്ട് മകളെ അവന് ബോള് ആ രണ്ടും എടുത്തോ. അത് വേണ്ടേ? ആ അവർ റൊണാൾഡോ ഭാവി വേണ്ടത്. അത് വേണ്ട അത് വേണ്ട. മാ വെച്ചോ. ഓക്കെ അപ്പൊ ഇത്രയും സുഹൃത്തുക്കളെ അടുത്തതായി പി പിക്ക് കയ്യിലിടാൻ പി പി എന്ന് എഴുതിയ ഒരു മുത്ത് ബ്രേസ്ലെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. എനിക്ക് ഈ പച്ച മാറ്റിട്ട് ആ കളർ എന്തിനാ ഇത്? 4 വർഷം മുമ്പ് തേച്ചതിന് ഇപ്പോഴും അലർജി മാറിയിട്ടില്ല. ആണോ ആണോ? കണ്ണുകണ്ടി ഇതുപോലെ പച്ചയാണ്. ഇവന്റെ മുതുകിൽ നമുക്ക് ഷൂലടിച്ചാലോ? തുടച്ച് കളയണത്. സുഹൃത്തുക്കളെ അതീവ മനോഹരമായ പി പി ബ്രേസ്ലെറ്റോട് കൂടി പി പി കണ്ണൻ ഈ കളർ കണ്ണനാണ് കമന്റ് ബോക്സിൽ എഴുതി കളർ എങ്ങനെ ഉണ്ടോ കളർ. ആരാണെങ്കിലും ആരാണ് കളർ സെലക്ട് ചെയ്തെങ്കിലും പി പി അവരുടെ എന്നും നന്ദിയുള്ളവളായിരിക്കും. അതെ ആ നമസ്കാരം. ഓ അണ്ണൻ ടാറ്റു അടിച്ചോണ്ട് പോണം. എടി മാമൻ ടാറ്റു അടിച്ചോണ്ട് പോണം. മാമ എന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞേ എല്ലാം ഉടായിപ്പാണ് വേറെ ജോലിയില്ലെന്ന് വെച്ചിരുന്നു. മാമൻ നൈസായിട്ട് ഒന്ന് അടിച്ചിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു. അത് ഞാൻ ആർക്ക് നീ കൈ കാണിച്ചാൽ കേട്ടിത്തരാം. അറിയാമോ? നാളെ തന്നെ ഒരു ആനയെ കൊണ്ട് കാണും.
പോകണം കേട്ടോ, സാരമില്ല. കൂടി എന്റെ പെങ്ങളും എന്റെ ഭാര്യ എയറിലേക്ക് പോകുന്നത് എവിടെ പോകണം? ഇങ്ങോട്ട് പോകണം. ഈ വിചാരിച്ച് ഓടിയാ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകും. ആ ക്രൂഡ് മീനുണ്ട്, പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പിപിയെ ദേവിയെ ഏറിക്കറ്റി ഉണ്ടോന്ന് അഭ്യർത്ഥിച്ചു. പിപിയുടെ ക്രൂരതയ്ക്കെതിരെ ആദ്യം ഈ വിചാരിച്ച് പിന്നെ എന്നെ വിട്ടോ. ആ ഓക്കെ. ആന്തരടി മേടിച്ചല്ല. തിരുപ്പനായിരുന്നു. റിവെഞ്ച്. ഓ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? എനിക്ക് ഒറിജിനൽ പാമ്പാണ് കൊണ്ടുവന്നാ. ഇവരാരെങ്കിലും ഒക്കെ ഏറിക്കറി പോണേ. ഒന്നുമില്ലെങ്കിൽ വിഷ്ണുവിനെങ്കിലും ഏറിക്കറിന്റെ ദൈവമേ. സുഹൃത്തുക്കളെ ഇവിടെ വാശിയേറിയ ഇതെന്താ ആ ഗൈസ് ഫാൻ ഒരെണ്ണം വാങ്ങിച്ച് മഴവില്ല് കൊണ്ടുപോയായിരുന്നു. അവിടെ ഏസിക്കാതിരിക്കുമ്പോ ഫാന് വേണ്ട, അത് വേറെ കാര്യം. ഇവിടെ നീ ഒരെണ്ണം വാങ്ങണ്ട, കടയിൽ നിൽക്കുമ്പോ അടിച്ചോണ്ട് നിൽക്കാം. ഇത് മറ്റേ ഷോക്ക് അടിക്കുന്ന സാധനം അടിച്ചോ? വലിച്ചോ അവള് വലിച്ചോ? ഇല്ല വലി ഇറക്കി പിടിച്ചേ. അയ്യോ എനിക്ക് പിടിക്കടി. ഒന്നും ഇല്ലടി അതിനകത്ത്. ഒരു ഓട്ടോഗ്രാഫ് ഇട്ടാടാ. ഇക്ലിയായില്ലേ? എടുത്തോ മക്കളെ. ഓ മൈ ഗോഡ്. ഇതിന്റെ അകത്തിട്ടോ? എടുത്തോ. നിനക്കാ? ഓക്കെ സെറ്റ്. സുഹൃത്തുക്കളെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാരും പിരിയാൻ പോവുകയാണ്. ഉറക്കം പറഞ്ഞോണ്ടാടാ? നാളെ രാവിലെ 6 മണിക്ക് ശുണ്ടൂരത്തിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. എടാ ഇത് നിന്റെ ഐഡിയ അല്ലായിരുന്നാടാ ആറ്റുകാല് പോണോന്നുള്ളത്? ആഗ്രഹം ആ 10 മണിക്ക് ആറ്റുകാല് പോണ ഈ തെണ്ടിയെ വിളിക്കുന്നത് എടുത്ത് പറഞ്ഞല്ലേ? ഇല്ല വിളിക്കണോന്ന് പറഞ്ഞു. ഓ എന്തോ ഹലോ ടാറ്റ. അപ്പം സോനു ഗുഡ് നൈറ്റ്. അയ്യോ എന്തോ മകളെ ആണോ? എടുത്തോ. ടാറ്റ ടാറ്റ ടാറ്റ. വർഷയുടെ അടുത്ത് സെൽഫി ചെയ്ത് വെച്ചാൽ നമ്മളെല്ലാരും cheer ചെയ്തപ്പോ പാപ്പ മൊമെന്റ് ആയിരുന്നു. നമുക്ക് ഓടിയാലും ഓക്കെ അപ്പൊ എല്ലാ പാപ്പയും കൂടെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ലോങ് ഡേ. നാളെ കാണാം. ബൈ ബൈ ലവ് യു. തരാ. You remember